ഫിലിം ഗാരേജിന്റെ പതിവ് പോലുള്ള ഭ്രമയുഗം ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളിലേക്ക് എല്ലാ മാന്യ സിനിമാ പ്രേമികൾക്കും സ്വാഗതം. മമ്മൂട്ടി പ്രധാന റോളിലെത്തിച്ച് രാഹുൽ സദാശിവം സംവിധാനം ചെയ്ത കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് ഏറ്റവും പുതിയ മലയാളം ഹൊറർ ത്രില്ലർ ഫാന്റസി വിഭാഗത്തിൽപ്പെടുന്ന ബിഗ് ബഡ്ജറ്റ് സിനിമയാണല്ലോ ഭ്രമയുഗം. ചിത്രം അങ്ങനെ കൃത്യം 8 ദിവസങ്ങൾ തിയേറ്ററുകളിൽ പിന്നിട്ടിരിക്കുകയാണ്. 8ാം ദിവസത്തെ കൃത്യമായി കേരള കളക്ഷൻ ഉൾപ്പെടെ 8 ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് ഗ്രോസ് കളക്ഷൻ പുറത്തു വന്നിരിക്കുകയാണ്. ചിത്രത്തിന്റെ ഓവർസീസ് യഥാർത്ഥ കളക്ഷൻ റിപ്പോർട്ട് ഇനിയും പുറത്തു വന്നിട്ടില്ലെങ്കിൽ പോലും UK, അയർലൻഡ് 8 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് കണക്കുകൾ പുറത്തു വന്നപ്പോൾ അവിടെ ചിത്രം ഒരു റെക്കോർഡ് കളക്ഷൻ കൂടി നേടിയെടുത്തിട്ടുണ്ട്. അതിനെല്ലാം തന്നെ മുന്നേ ആദ്യം കേരളത്തിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ 8ാം ദിവസം വ്യാഴാഴ്ച ദിവസം കേരളത്തിൽ പ്രതീക്ഷിച്ച പോലെ 1 കോടി ഗ്രോസ് കളക്ഷൻ അല്ല 90 ലക്ഷം ഗ്രോസ് കളക്ഷനിലേക്ക് സിനിമയ്ക്ക് എത്തപ്പെടാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഇന്നലെ സിനിമയ്ക്ക് ഏറ്റവും കുറവ് കളക്ഷൻ ലഭ്യമായ ദിവസമാണ്. കേരളത്തിൽ മാത്രം 87 ലക്ഷമായിരുന്നു ഇന്നലത്തെ സിനിമയുടെ ഗ്രോസ് കളക്ഷൻ. ഇതോടെ 16 കോടി 98 ലക്ഷത്തിലേക്കാണ് സിനിമയുടെ കേരള കളക്ഷൻ 8 ദിവസങ്ങൾ കൊണ്ടെത്തപ്പെട്ടിരിക്കുന്നത്. റൗണ്ട് ഫിഗർ പറയുകയാണെങ്കിൽ 17 കോടിയോളം രൂപ. എന്തായാലും ഇന്നും നാളെയും അടുത്ത 2 ദിവസങ്ങളിലും നല്ലൊരു കളക്ഷൻ കേരളത്തിൽ നാം പ്രതീക്ഷിക്കുന്നുണ്ട്. ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ 42 കോടി 50 ലക്ഷത്തിന് മുകളിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. യഥാർത്ഥ ഓവർസീസ് കളക്ഷൻ റിപ്പോർട്ട് കണക്കുകൾ അടുത്ത ദിവസങ്ങളിൽ പുറത്തുവരും. ഇതിനിടയിൽ സിനിമയുടെ UK, അയർലൻഡ് കളക്ഷൻ റിപ്പോർട്ട് കണക്കുകൾ പുറത്തു വരുമ്പോൾ അവിടെ സിനിമ 1 കോടി 80 ലക്ഷം 8 ദിവസങ്ങൾ കൊണ്ട് നേടിയെടുത്തിരിക്കുകയാണ്. ഒരു മമ്മൂട്ടി സിനിമയുടെ ആദ്യ വീക്കിലെ ഏറ്റവും ഉയർന്ന കളക്ഷൻ ലഭ്യമാകുന്ന സിനിമ കൂടിയായിട്ട് ഭ്രമയുഗം UK, അയർലൻഡ് രാജ്യങ്ങളിൽ മാറിയിരിക്കുകയാണ്. അപ്പോൾ ആകെ ലോകമെമ്പാട് നിന്നും 42.5 കോടി രൂപയ്ക്ക് മുകളിൽ 8 ദിവസങ്ങൾ കൊണ്ട് കളക്ഷൻ നേടിയെടുത്തിരിക്കുന്ന സിനിമ മികച്ചൊരു 8 ദിവസത്തെ കളക്ഷനാണ് നേടിയെടുത്തിരിക്കുന്നത്. ഇനി നാം ഉറ്റുനോക്കുന്നത് സിനിമയുടെ കേരള ബോക്സ് ഓഫീസ് ഗ്രോസ് കളക്ഷൻ 25 കോടി രൂപയ്ക്ക് മുകളിലേക്ക് എത്തപ്പെടുമോ ഇല്ലയോ എന്നാണ്. നിലവിൽ സിനിമയ്ക്ക് വമ്പൻ ക്ലാഷ് ആണല്ലോ കേരളത്തിലുള്ളത്. വരുന്ന ശനി ഞായറോടെ 20 കോടിക്ക് മുകളിൽ എങ്ങനെ പോയാലും സിനിമ കളക്ഷൻ നേടിയെടുക്കും. അതിനുമപ്പുറം പോസിറ്റീവ് അഭിപ്രായങ്ങൾ ലഭ്യമായ മമ്മൂട്ടി ചിത്രം 25 കോടിയിലേക്ക് എത്തപ്പെടുമോ എന്നാണ് ഇനി നാം ഉറ്റുനോക്കുന്നത്. പ്രേക്ഷകരുടെ അതിനെക്കുറിച്ചുള്ള വിലയിരുത്തലുകൾ എന്ത്? ഇതിനിടയിൽ സിനിമ ഇന്ന് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ കൂടുതൽ സ്ക്രീനുകളിൽ റിലീസ് ചെയ്തിരിക്കുകയാണ്. കൂടാതെ അന്യഭാഷാ പതിപ്പുകൾ തമിഴ്, തെലുഗു, കന്നഡ പതിപ്പുകൾ കൂടി തിയേറ്ററുകളിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. എന്തായാലും കാത്തിരിക്കൂ സിനിമയുടെ കൂടുതൽ റെസ്റ്റ് ഓഫ് ഇന്ത്യ ഓവർസീസ് കളക്ഷൻ എല്ലാം തന്നെ അടുത്ത ദിവസങ്ങളിൽ കൃത്യമായിട്ട് അറിയാനായിട്ട്.